എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പുതിയൊരു വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. കേരള സർവകലാശാല 4ാം സെമസ്റ്റർ മലയാള ബിരുദ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള ആധുനിക മലയാള കവിതയിലെ 1ാമത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ കവിതയായ കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത എന്ന കാവ്യത്തെക്കുറിച്ചാണ് ഇന്ന് ഈ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ആദ്യ 45 ശ്ലോകങ്ങളാണ് പഠിക്കുവാനുള്ളത്. അതിലെ ആദ്യ 10 ശ്ലോകമാണ് ഇന്നിതിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് ഉണ്ടാവുന്ന വീഡിയോകളിൽ ബാക്കി 45 ശ്ലോകങ്ങളും ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ വീഡിയോ കാണുക. കുമാരനാശാനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് കാവ്യത്തിലേക്ക് കടക്കാം. 1873 മുതൽ 1924 വരെയുള്ള കാലയളവിലാണ് കുമാരനാശാൻ ജീവിച്ചിരുന്നത്. കുമാരനാശാൻ മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവിയായി അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണ് എന്നെല്ലാവർക്കും അറിയാമല്ലോ. കുമാരനാശാന് മഹാകവി പട്ടം നൽകുന്നത് മദിരാശി സർവകലാശാലയാണ്. അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളെല്ലാം തന്നെ ദീർഘങ്ങളായ ഖണ്ഡകാവ്യങ്ങളായാണ് അറിയപ്പെടുന്നവ. കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും നിരവധി സ്തോത്രകാവ്യങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ നവോത്ഥാനപരമായ ചിന്താഗതികളോടുകൂടിയാണ് ആശാൻ പുലർന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ രചനകളിലെല്ലാം തന്നെ നവോത്ഥാനപരമായ ഒരു ചിന്താഗതി ഉടലെടുത്തിരുന്നു. SNDP യോഗത്തിൻ്റെ സെക്രട്ടറി സ്ഥാനം വഹിച്ചിരുന്ന കുമാരനാശാൻ്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ പത്രമാണ് വിവേകോദയം. കൊല്ലത്ത് നിന്നും ആലപ്പുഴയിലേക്കുള്ള ബോട്ട് യാത്രാമധ്യേ അപകടത്തിൽപ്പെട്ടാണ് കുമാരനാശാൻ മരണമടയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്മാരകം പല്ലനയാറിൻ്റെ തീരത്തും തിരുവനന്തപുരത്തെ തോന്നയ്ക്കലിലും സ്ഥിതി ചെയ്യുന്നു. കുമാരനാശാൻ്റെ കൃതികളെ നമുക്ക് ഒന്ന് പരിചയപ്പെട്ടിട്ട് ചിന്താവിഷ്ടയായ സീതയിലേക്ക് കടക്കാം. ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെടുന്ന കുമാരനാശാൻ്റെ കാവ്യമാണ് വീണപ്പൂവ്. 1907 മിതവാദിയിലൂടെയും 1908 ഭാഷാപോഷിണിയിലൂടെയും വീണപ്പൂവ് പ്രസിദ്ധപ്പെടുത്തി. സുദീർഘമായൊരു ഖണ്ഡകാവ്യമാണ് വീണപ്പൂവ്. 1911 കുമാരനാശാൻ രചിച്ച മറ്റൊരു കാവ്യമാണ് നളിനി അഥവാ ഒരു സ്നേഹം എന്നത്. ഇതിൽ നളിനി, ദിവാകരൻ എന്നിവരുടെ സ്നേഹബന്ധത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. 1914 കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ലീല. ഇതിലെ കഥാപാത്രങ്ങൾ ലീല, മദനൻ എന്നിവരാണ്. എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കാവ്യത്തെ ശ്രീബുദ്ധചരിതം എന്ന പേരിൽ കുമാരനാശാൻ വിവർത്തനം ചെയ്തു. 1915 1ഉം 2ഉം ഭാഗങ്ങളും 1917 3ഉം 4ഉം ഭാഗങ്ങളും 1929 കുമാരനാശാൻ്റെ മരണശേഷമാണ് 5ാം ഭാഗവും പ്രസിദ്ധപ്പെടുത്തുന്നത്. കുട്ടികൾക്ക് രാമായണ കഥ കൃത്യമായി അറിയുന്നതിനു വേണ്ടി ആശാൻ രചിച്ച കാവ്യമാണ് ബാലരാമായണം. 1916 ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. SNDP സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഗ്രാമവൃക്ഷമായി SNDPയെയും കുയിലായി കുമാരനാശാനെയും സങ്കല്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കാവ്യമാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്നത്. 1918 ഈ കാവ്യത്തിൻ്റെ രചന. AR രാജരാജവർമ്മയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് 1919 ആശാൻ രചിച്ച കൃതിയാണ് പ്രരോദനം. 1919 തന്നെ കുമാരനാശാൻ രചിച്ച മറ്റൊരു ശ്രദ്ധേയ കാവ്യമാണ് ചിന്താവിഷ്ടയായ സീത. വാൽമീകി രാമായണത്തിൽ അവതരിപ്പിക്കുന്നതിൽ നിന്നും വിപരീതമായി സീതയുടെ അന്ധസംഘർഷങ്ങളിലൂടെയും ചോദ്യം ചെയ്യലുകളിലൂടെയുമാണ് കാവ്യം പുരോഗമിക്കുന്നത്. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ 1922 രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. ഒരു ബുദ്ധഭിക്ഷുവിൻ്റെ സമ്പർക്കവും ഉപദേശവും മൂലം ഒരു യുവതിയിലുണ്ടാകുന്ന തൻ്റെ ഉള്ളിലെ ജാതീയ ചിന്തയോടുള്ള ചോദ്യം ചെയ്യലുകളാണ് ചണ്ഡാല ഭിക്ഷുകി എന്ന കാവ്യത്തിൽ ഉടനീളം കാണുന്നത്. 1923 കുമാരനാശാൻ രചിച്ച വാസവദത്തയും ഉപഗുപ്തനും കഥാപാത്രങ്ങളായി വരുന്ന കാവ്യമാണ് കരുണ. കുമാരനാശാൻ രചിച്ച നാടകമാണ് വിചിത്ര വിജയം. 1924 ആശാൻ രചിച്ച കവിതാ സമാഹാരമാണ് മണിമാല.
1925 ആശാൻ രചിച്ച മറ്റൊരു കവിതാ സമാഹാരമാണ് വനമാല അല്ലെങ്കിൽ ഗരിസപ്പ അരുവി അഥവാ ഒരു വനയാത്ര. 1922 കുമാരനാശാൻ രചിച്ച ബാലകവിതാ സമാഹാരമാണ് പുഷ്പവാടി. കുമാരനാശാനെയും അദ്ദേഹത്തിൻ്റെ കൃതികളെയും പരിചയപ്പെട്ടു. ഇനി പാഠഭാഗത്തിലേക്ക് കടക്കാം. ചിന്താവിഷ്ടയായ സീത എന്ന കാവ്യത്തിലെ 1 മുതൽ 45 വരെയുള്ള ശ്ലോകങ്ങളാണ് ഡിഗ്രി 4ാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ളത്. ആ ഭാഗം നമുക്കൊന്ന് പരിശോധിക്കുന്നതിന് മുൻപ് എന്താണ് ചിന്താവിഷ്ടയായ സീതയിലെ ആശയം എന്നത് ഒന്ന് ചർച്ച ചെയ്തതിന് ശേഷം പാഠഭാഗത്തിലേക്ക് കടക്കാം എന്ന് കരുതുന്നു. ചിന്താവിഷ്ടയായ സീത എന്ന കാവ്യത്തിൽ വാൽമീകി മഹർഷി തൻ്റെ രാമായണ കാവ്യത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന സീതയിൽ നിന്നും ഏറെ ഭിന്നമായാണ് കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീതയെ നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും എല്ലാം സീത ആശ്രമ പരിസരത്തെ വൃക്ഷച്ചോട്ടിലിരുന്ന് വിലപിക്കുന്നതും രാമൻ എന്ന തൻ്റെ ഭർത്താവിനെ ചോദ്യം ചെയ്യുന്നതുമാണ് ചിന്താവിഷ്ടയായ സീത എന്ന കാവ്യത്തിലുടനീളം കാണുവാൻ സാധിക്കുന്നത്. സീതയെ കാട്ടിൽ ഉപേക്ഷിക്കണം എന്ന രാമന്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുകയും അവിടെ നിന്നും സീത എത്തിപ്പെടുന്നത് വാൽമീകി മഹർഷിയുടെ അരികിലാണ്. ഗർഭിണിയായ സീത 2 ആൺകുട്ടികൾക്ക് ജന്മം നൽകുന്നു. ലവനും കുശനുമാണ് ആ പുത്രന്മാർ. അവരെ വാൽമീകി മഹർഷി വളർത്തുകയും സീതയെ പരിപാലിക്കുകയും ചെയ്യുന്നു. വാൽമീകി മഹർഷി ലവകുശന്മാർക്ക് രാമായണ കഥ പറഞ്ഞു നൽകുകയും അവരത് പഠിക്കുകയും ചെയ്യുന്നു. അശ്വമേധയാഗത്തിലേക്ക് ക്ഷണം ലഭിച്ച വാൽമീകി മഹർഷി ലവകുശന്മാരെയും തൻ്റെ കൂടെ കൂട്ടുന്നു. പുത്രന്മാരുമായി മഹർഷി ആശ്രമത്തിൽ നിന്നും അശ്വമേധയാഗത്തിനായി പുറപ്പെട്ടതിനു ശേഷം സീതയുടെ ഉള്ളിലുണ്ടാകുന്ന അമിതമായ ചിന്തകളുടെ വ്യാപാരമാണ് കുമാരനാശാൻ കാവ്യത്തിലൂടെ അവതരിപ്പിക്കുന്നത്. സുധർ മാമുനിയോട് അയോധ്യയിൽ ഗതരായോരളവന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൾ ഉടജാന്തവാടിയിൽ. അതായത് പുത്രന്മാർ വാൽമീകി മഹർഷിയോടുകൂടെ അയോധ്യയിലേക്ക് അശ്വമേധയാഗത്തിന് പോയ ശേഷം ആ സന്ധ്യാനേരത്ത് സീത ആശ്രമത്തിലെ ഒരു ഉദ്യാനത്തിൽ തൻ്റെ പൂർവ്വകാല ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയുടെ ഭാരവും പേറി അവിടെ ഇരിക്കുന്നു എന്നതാണ് ആദ്യ ശ്ലോകത്തിൽ, അതായത് ഈ ആദ്യ 4 വരിയിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അരിയോരണി പന്തലായി സതിക്കൊരു പൂവാക വിതിർത്ത ശാഖകൾ ഹരിനീല തൃണങ്ങൾ കീഴിരുന്നരുളും പട്ടുവിരിപ്പുമായതു. അലങ്കരിച്ച പന്തൽ പോലെ സീതയുടെ ഇരിപ്പിടത്തിനു മുകളിലായി പൂക്കൾ നിറച്ച ചില്ലകൾ വിടർത്തി നിൽക്കുന്ന വാഗമരം. താഴെ ഇന്ദ്രനീല നിറമുള്ള പച്ച പുൽച്ചെടികൾ പട്ടുവിരിച്ചതുപോലെ അവിടമാകെ നിറഞ്ഞിരിക്കുന്നു. രവി പോയി മറഞ്ഞതും സ്വയംഭുവനം ചന്ദ്രികയാൽ നിറഞ്ഞതും അവനീശ്വരി ഓർത്തതില്ല പോന്നവിടെ താൻ തനിയേ ഇരിപ്പതും. അതായത് രവി എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. സൂര്യൻ പോയി മറഞ്ഞു. സൂര്യൻ പോയി മറയുന്നത് സന്ധ്യാനേരത്താണ്. സൂര്യൻ പോയി മറഞ്ഞതും അറിഞ്ഞില്ല. ഭൂമി ആകെ ചന്ദ്രൻ്റെ പ്രകാശം പരന്നതും ആരറിഞ്ഞില്ല? അവനീശ്വരി ഭൂമിദേവിയായ സീത അറിഞ്ഞിരുന്നില്ല. അവിടെ താൻ തനിച്ചാണ് ഇരിക്കുന്നതെന്ന് പോലും സീത ഓർക്കുന്നില്ല. പുളകങ്ങൾ കയത്തിലാമ്പലാൽ തെളിയിക്കും തമസാ സമീരനിൽ ഇളകും വനരാജി വെണ്ണിലാവൊളിയാൽ വെള്ളിയിൽ വാർത്ത പോലെയായി. കാറ്റിൻ്റെ തലോടലിൽ വിരിഞ്ഞു നിൽക്കുന്ന തമസാ നദിയിലെ ആമ്പൽ പൂക്കൾ ഓളങ്ങളിൽ തുള്ളിയാടുന്നത് കാണുമ്പോൾ നിലാവ് തൻ്റെ നിറത്തിനാൽ അവയെ നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു. വനമുല്ലയിൽ നിന്ന് വായുവിൻ ഗതിയിൽ പാറിവരുന്ന പൂക്കൾ പോൽ ഘനവേണി വഹിച്ചു കൂന്തലിൽ പതിയും തൈജസകീട പങ്ക്തിയെ. കാറ്റിൻ്റെ ഗതിയിൽ വനമുല്ലയിൽ നിന്ന് പാറി സീതയുടെ മുടികളിൽ വന്നു വീഴുന്ന ആ പൂക്കളെ കാണുമ്പോൾ മിന്നാമിനുങ്ങുകളെയാണ് ഓർമ്മിക്കുന്നത്. മിന്നാമിനുങ്ങുകളെപ്പോലെയാണ് ആ പൂക്കൾ ആ മുടിയിൽ ഇരിക്കുന്നത്. പരിശോഭ കലർന്നിതപ്പൊഴാ പുരിവാർ കുന്തളരാജി രാത്രിയിൽ തിരുവാടിയിലൂടെ കണ്ടിടുന്നൊരു താരാപഥ ഭാഗമെന്ന പോൽ. പരിശോഭ കലർന്നിതപ്പൊഴാ പുരിവാർ കുന്തള രാജി രാത്രിയിൽ തിരുവാടിയിലൂടെ കണ്ടിടുന്നൊരു താരാപഥ ഭാഗമെന്ന പോൽ. അതായത്
ആകാശത്ത് നക്ഷത്രങ്ങൾ ശോഭിക്കുന്നതുപോലെയാണ് രാത്രിയുടെ ഇരുട്ടിൽ സീതയുടെ മുടിയിൽ വന്നിരിക്കുന്ന പൂക്കളെ കാണുമ്പോൾ തോന്നുന്നത്. ഉടൽ മൂടിയിരുന്നു ദേവി തന്നുടയാടത്തളിരൊന്നു കൊണ്ടുതാൻ, വിടഭങ്ങളോടൊത്ത കൈകൾ തൻ തുടമേൽ വെച്ചുമിരുന്നു സുന്ദരി. സുന്ദരിയായ സീത വസ്ത്രം കൊണ്ട് തൻ്റെ ശരീരം മുഴുവൻ മൂടി വൃക്ഷച്ചില്ലകൾ പോലെയുള്ള തൻ്റെ കരങ്ങൾ തൻ്റെ കൈകൾ തുടമേൽ പതിപ്പിച്ചാണ് വിഷമത്തോടുകൂടി അവിടെ ഇരിക്കുന്നത്. ഒരു നോട്ടവും എന്നി നിന്നിതേ വിരിയാതൽപ്പമടഞ്ഞ കണ്ണുകൾ പരുഷാളക പങ്ക്തി കാറ്റിലാഞ്ഞുരസുമ്പോഴും ഇളക്കമെന്നിയേ. പകുതി അടഞ്ഞ മിഴികളിലൂടെ വെറുതെ നോക്കിയിരിക്കുന്ന സീതയെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ചുറ്റുമുള്ള കാഴ്ചകളൊന്നും തന്നെ സീത കാണുന്നില്ല. തൻ്റെ ദുഃഖത്താൽ വാടിയ മിഴികളാണ് സീതയുടേത്. കാറ്റിൽ മുടിയിഴകൾ ശക്തമായി മുഖത്ത് വന്ന് പതിച്ചിട്ടും അതൊന്നും സീത അറിയുന്നില്ല. അലസാങ്കി നിവർന്നിരുന്നു മെയ് അലയാതാനത മേനിയെങ്കിലും അയവാർന്നിടയിൽ ശ്വസിച്ചു ഹാ നിയമം വിട്ടൊരു തെന്നൽ മാതിരി. അലസാങ്കി നിവർന്നിരുന്നു മെയ് അലയാതാനത മേനിയെങ്കിലും അയവാർന്നിടയിൽ ശ്വസിച്ചു ഹാ നിയമം വിട്ടൊരു തെന്നൽ മാതിരി. എല്ലായ്പ്പോഴും കാറ്റിനൊരു താളമുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് കവി പറയുന്നത് താളത്തിൽ ചലിച്ചിരുന്ന ആ കാറ്റിൻ്റെ ഗതിയിൽ പോലും ഒരു മാറ്റം വന്ന രീതിയിലൂടെയാണ് സീത ദീർഘനിശ്വാസം വിടുന്നത്. അപ്പോൾ അത്രത്തോളം സങ്കടങ്ങൾ സീതയുടെ ഉള്ളിലൂടെ അലയടിക്കുന്നുണ്ട് എന്നാണ് ആ വരിയിലൂടെ പറയുന്നത്. അത്രത്തോളം സങ്കടത്തിൽ നിറഞ്ഞിരിക്കുന്ന സീത തൻ്റെ ശരീരചലനങ്ങൾ പോലും അറിയാതെ പോകുന്നു. അത്രത്തോളം താൻ ഇരിക്കുന്നത് എവിടെയാണെന്നോ തൻ്റെ ചുറ്റുപാട് എന്ത് സംഭവിക്കുന്നു എന്നോ സീത അറിയാതെ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ ഭാഗത്തിലൂടെ കവി വിവരിക്കുന്നത്. നിലയെന്നിയ ദേവിയാൾക്കകത്തല തല്ലുന്നൊരു ചിന്തയാം കടൽ പലഭാവമണച്ചു മെല്ലെ നിർമ്മലമാം ചാരു കവിൾത്തടങ്ങളിൽ. നിലയെന്നിയ ദേവിയാൾക്കകത്തല തല്ലുന്നൊരു ചിന്തയാം കടൽ പലഭാവമണച്ചു മെല്ലെ നിർമ്മലമാം ചാരു കവിൾത്തടങ്ങളിൽ. സങ്കടങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന സീതയുടെ ഉള്ളിൽ തിരമാലകൾ പോലെ വിഷമങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനമെല്ലാം കാണാൻ സാധിക്കുന്നത് സീതയുടെ ആ നിർമ്മലമായ കവിൾത്തടത്തിലാണ്. വിയോഗിനി എന്ന സംസ്കൃത വൃത്തമാണ് ഈ കാവ്യരചനയ്ക്കായി കുമാരനാശാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിയോഗിനി എന്ന പദത്തിൻ്റെ അർത്ഥം ഭർത്താവിൽ നിന്നോ കാമുകനിൽ നിന്നോ വേർപിരിഞ്ഞവൾ എന്നാണ്. 192 ശ്ലോകങ്ങളാൽ നീണ്ട ഒരു ഖണ്ഡകാവ്യമാണ് കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീതയിലൂടെ രചിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ആദ്യ 10 ശ്ലോകങ്ങളുടെ അർത്ഥം ചുരുക്കി ഒന്ന് പറയാം. വാൽമീകി മഹർഷിയും പുത്രന്മാരും അശ്വമേധയാഗത്തിന് പുറപ്പെട്ട ശേഷം തൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങളും പേറി പൂന്തോട്ടത്തിൽ ചെന്നിരിക്കുന്ന സീതയുടെ അവസ്ഥയാണ് കുമാരനാശാൻ ആദ്യ 10 ശ്ലോകങ്ങളിലൂടെ ആവിഷ്കരിക്കുന്നത്. തനിക്ക് ചുറ്റും എന്ത് നടക്കുന്നുവെന്നോ പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്നോ താൻ ഏത് കാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നോ ഉള്ള തിരിച്ചറിവ് ആ സന്ദർഭത്തിൽ സീതയ്ക്കുണ്ടാകുന്നില്ല. തൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ചലനങ്ങൾ പോലും സീത സ്വയം അറിയുന്നില്ല. ഇതാണ് ഈ ഭാഗത്ത് ആശാൻ ഓരോ വരികളിലൂടെയും സൂക്ഷ്മമായും കൃത്യമായും വിവരിക്കുന്നത്. അതിൽ എത്ര മനോഹരിയാണ് സീതയെന്നും ആ മനോഹരിയായ സീതയെ ആ സങ്കടം എത്രത്തോളമാണ് ബാധിച്ചിരിക്കുന്നതെന്നും ആശാൻ ഓരോ വരിയിലൂടെയും വ്യക്തമാക്കി തരുന്നു. കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീതയെക്കുറിച്ച് സുകുമാർ അഴീക്കോട് നടത്തിയിട്ടുള്ള പഠനമാണ് ആശാൻ്റെ സീതാകാവ്യം എന്നത്. ഒന്നാം ഭാഗത്ത് 50 ശ്ലോകങ്ങളാണുള്ളത്. അതിൽ 10 ശ്ലോകം മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി 40 ശ്ലോകങ്ങൾ വരുന്ന വീഡിയോകളിലായി ഉൾപ്പെടുത്തുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ലിനീഷ.